നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഡിസൈൻ ഫസ്റ്റില് ഫസ്റ്റ് പ്രൈസ് കിട്ടിക്കഴിഞ്ഞപ്പോ നയന ഒരു പ്രസംഗമൊക്കെ പറയുന്നുണ്ട്. കാരണം ഒരു നന്ദി പ്രകാശിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അപ്പം ആദർശിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ഒട്ടും സഹിച്ചില്ല അബിക്കൊക്കെ. അബിക്ക് തല കുനിച്ചിരിക്കുവാണ്. എങ്ങനെ തല ഉയർത്തിയെന്ന് നോക്കാൻ പോലും പറ്റുമോ? അതേ അവസ്ഥയിൽ ഒരു നാണക്കേടല്ലേ ഉണ്ടായിരിക്കുന്നേ. ഇത്ര സമയം വലിയ ആള് കളിച്ച് ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാണ്. പക്ഷെ എല്ലാം ഒരു നിമിഷം കൊണ്ട് തകിടം മറിഞ്ഞു പോയില്ലേ. ഈ സമയം അനിയുടെ കയ്യിലായിരുന്നു നയനയുടെ ഫോണ്. അപ്പൊ ആദർശിന്റെ കോള് വന്നു. അനി അത് നോക്കി. കോളൊന്നും പക്ഷെ അനി എടുക്കാനായിട്ട് പോയില്ല. ഈ സമയത്ത് മുത്തശ്ശന്റെ അടുത്തേക്ക് മുത്തശ്ശി വന്നു. എന്നിട്ട് പറഞ്ഞു, അതെ, നയനമോൾക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നേ, ഒന്ന് വിളിച്ച് അഭിനന്ദിക്കാൻ മേലായിരുന്നോ? എടോ, ചിലപ്പോ നയനമോള് ചിലപ്പോ തിരക്കിലായിരിക്കും. ഇപ്പൊ തിരക്കൊക്കെ കുറഞ്ഞു കാണുമായിരിക്കും എന്ന് പറഞ്ഞു. ശരി, എങ്കിൽ ഞാനൊന്ന് വിളിച്ചു നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ നയനയുടെ ഫോണിലേക്ക് വിളിക്കുക. അനിയുടെ കയ്യിലല്ലേ ഫോൺ ഇരിക്കുന്നേ. ഫോൺ ബെല്ലടിച്ച് കഴിഞ്ഞപ്പോ അനി നോക്കി. മുത്തശ്ശനാണല്ലോ വിളിക്കുന്നേ. അപ്പൊ മുത്തശ്ശന്റെ പിണക്കമൊക്കെ മാറിയോ എന്നൊരു ചിന്തയായിരുന്നു അനിയുടെ മനസ്സില്. എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലായില്ല. അപ്പൊ കോള് വിളിച്ചിട്ട് എടുക്കാതെ വന്നു കഴിഞ്ഞപ്പോ മുത്തശ്ശിയോട് പറഞ്ഞു, എടോ, നയനമോള് തിരക്കില്ലെന്നോ തോന്നേ, കുറച്ച് കഴിയുമ്പോ എന്റെ കോള് കണ്ടുകഴിയുമ്പോ ഇങ്ങോട്ട് തിരിച്ചു വിളിക്കൂന്ന് പറഞ്ഞു. മുത്തശ്ശി പറഞ്ഞു, അതെ, തിരിച്ചു വിളിക്കുമായിരിക്കും. പക്ഷെ ഇനി എത്ര നാളാ ഇങ്ങനെ ഒളിച്ചുകളി തുടരുന്നേ? ആദർശ് മോനെ കൂട്ടിക്കൊണ്ട് നയനമോളോട് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാൻ പറയണ്ടേ? എടോ, പറയാം. ആദർശ് സത്യത്തിനരികിൽ എത്തിയിട്ടുണ്ട്. ഇനി അധികം വൈകാതെ ആദർശ് നമ്മുടെ ശത്രുക്കളെ നമ്മുടെ മുന്നിൽ കൊണ്ടുവരും. ഇനി അതിന് കുറച്ച് സമയം കൂടെ അവന് കൊടുക്കണം. നമ്മൾ എടുത്തു ചാടി ഒരു തീരുമാനമൊന്നും എടുക്കണ്ട. ആ നാഗേന്ദ്രൻ, അവനാണ് എല്ലാത്തിനെയും പിന്നില്. ശരിക്കും പറഞ്ഞാല് ജലജിക്ക് വേണ്ടിയിട്ട് അവന്റെ ആലോചന വന്നപ്പോ കൂടുതലായിട്ടൊന്നും ചിന്തിച്ചില്ല. ആലോചിക്കാനും പോയില്ല. കാണാനും സുമുഖന്, വലിയ കുടുംബത്തിലെ അംഗമാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ പിന്നെ ഒന്നും നോക്കാനൊന്നും ഇല്ലായിരുന്നു. അങ്ങനെയാണ് ജലജിക്ക് വേണ്ടി അവനെ ആലോചിച്ചേ. അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു, ഇപ്പോഴും എനിക്കത് മറക്കാൻ പറ്റുന്നില്ല. അവൻ എന്തൊരു ദുഷ്ടനായിരുന്നില്ലേ, എന്തൊരു സ്വഭാവമായിരുന്നു അവന്. അവൻ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടും നമ്മൾ പ്രതീക്ഷിച്ചോ? മുത്തശ്ശൻ പറഞ്ഞു, അത് ശരിയാ, ഒരിക്കലും അങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല. അതേ സ്വഭാവം കിട്ടിയിരിക്കുന്ന അബിക്ക. അബിയുടെ സ്വഭാവത്തെക്കുറിച്ച് അറിയാലോ. ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ നമ്മൾ കൂടുതൽ പറയണ്ട. എന്താണെങ്കിലും അധികം വൈകാതെ ഈ പറയുന്ന നാഗേന്ദ്രന്റെ ഒക്കെ കള്ളത്തരം പുറത്തു കൊണ്ടുവരും ആദർശ്, എനിക്ക് ഉറപ്പുണ്ട്. അബി ജ്വല്ലറിയുടെ മാനേജർ ആയപ്പോ തന്നെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു, ഒരു കാര്യമില്ലാതെ അവന് ഇത്ര പെട്ടെന്ന് ആരും മാനേജർ ആക്കില്ലല്ലോ എന്ന്. അതിന്റെ പിന്നില് നാഗേന്ദ്രനാന്നറിയാനായിട്ട് നമ്മള് വൈകിപ്പോയി. കുറച്ചുകൂടെ നേരത്തെ അറിയേണ്ടതായിരുന്നു. മുത്തശ്ശി പറഞ്ഞു, സാരമില്ല, സത്യങ്ങളൊക്കെ അധികം വൈകാതെ പുറത്തു വരുമല്ലോ, ഒത്തിരി നാളൊന്നും അതൊന്നും മൂടി വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. മുത്തശ്ശന് ആ ഒരു പ്രതീക്ഷയും കാര്യങ്ങളും ഉണ്ടായിരുന്നു, ആദർശ സത്യങ്ങളൊക്കെ ഉടനെ തന്നെ തിരിച്ചറിയൂ എന്നുള്ളത്. ഇതേ സമയത്ത് നന്ദു ആദർശിന്റെ അരിയിലേക്ക് വന്നു. അപ്പൊ ആദർശന് ഒരു പുതിയ ഷേക്ക് പോലൊരു സാധനമൊക്കെ ഉണ്ടാക്കി കൊടുത്തൊരു പരീക്ഷണമൊക്കെ നന്ദു നടത്തുന്നുണ്ട്. ആദർശനോട് പറഞ്ഞു, ആദർശേട്ടാ ഒന്ന് കുടിച്ചു നോക്കാൻ പറഞ്ഞു. ആദർശ് ഇത്തിരി ടേസ്റ്റ് ചെയ്ത് നോക്കും. കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നന്ദു ആദർശനോട് പറഞ്ഞു, അതെ, സന്തോഷം ഉള്ള ഒരു കാര്യമല്ല നടന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താണെങ്കിലും മധുരം കഴിക്കണം, അതിനു വേണ്ടിയിട്ടാ ഞാനിത് ഉണ്ടായിക്കൊണ്ട് വന്നേന്ന് പറഞ്ഞു. ആദർശവനി പറഞ്ഞു, ഇനിയിപ്പൊ എല്ലാരും വന്നതിന് ശേഷം നീ ഇതിന്റെ ബാക്കി എടുക്കണം, നമുക്ക് എല്ലാവർക്കും കൂടെ സന്തോഷമായിട്ട് കുടിക്കാന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് നന്ദു പറഞ്ഞു, ഇത്ര സമയം എന്തൊരു ടെൻഷനായിരുന്നു ആദർശേട്ടാ, ഇപ്പോഴാ ശരിക്കും ഒരു സമാധാനം ആവുന്നേ. ആദർശ് പറഞ്ഞു, അത് ശരിയാ, നമ്മളും കൂടെ അങ്ങോട്ടേക്ക് പോകണ്ടായിരുന്നില്ലേ ആദർശേട്ടാ? ശരിക്കും ആ അബിയുടെയൊക്കെ തല കുനിഞ്ഞു നിൽക്കുന്ന കാഴ്ച നമ്മളൊന്നും കാണേണ്ടതായിരുന്നു. അതിന്റെ ആവശ്യമില്ല. ആ അബി എന്ന് പറയുന്നവന്റെ തല കുനിഞ്ഞു നിൽക്കുന്നേക്കാളും കാണാനായിട്ട് എനിക്കിഷ്ടം നവ്യയുടെ ആയിരുന്നു. അവൾക്കായിരുന്നല്ലോ ഇത്തിരിയും കൂടി അഹങ്കാരം കൂടുതൽ. എത്ര പറഞ്ഞാലും അവളുടെ തലയിലേക്കല്ലേ മനസ്സിലാവാത്തുള്ളത്. നന്ദു പറഞ്ഞു, അത് ശരിയാ, സാരമില്ല. എന്താണെങ്കിലും നയനേച്ചി വിജയിച്ചല്ലോ. പിന്നെ നയനേച്ചിയുടെ വിജയം ഏത്? അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, അത് മാത്രല്ല, അനിയുടെ വിജയം കൂടെയാ. അനി MD ആയതിനു ശേഷമല്ലേ ഇങ്ങനെയൊക്കെ. എന്നാലും അത് നയനേച്ചി കാരണമല്ലേ? ആയിക്കോട്ടെ, പക്ഷേ എങ്കിൽ ഇവിടെ പറയുമ്പം അനിയുടെ വിജയമായിട്ട് എല്ലാരും കൂട്ടുന്നേ. അല്ലേലും അങ്ങനെ കാണാനാ എനിക്കും താല്പര്യം. അനി കയറിയതിന് ശേഷമാ ഇങ്ങനത്തെ വിജയങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നേ. അല്ല, ഇനിയിപ്പൊ ആദർശേട്ടൻ അങ്ങോട്ട് ചെല്ലുമ്പോ അനി ആ കസരന്ന് ഇറങ്ങണ്ടേ? എന്തിന്? അനി അവിടെ തന്നെ ഇരിക്കട്ടെ, എനിക്ക് അതിനോടാ താല്പര്യം കൂടുതൽ. അല്ലെങ്കിലും അവനിപ്പൊ കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നുണ്ട്, അതുകൊണ്ട് ഇനിയിപ്പൊ അവൻ അവിടെ തന്നെ ഇരിക്കേണ്ടവനാ. അല്ലാതെ ചേട്ടാ, ഇത്രയൊക്കെ ആയിട്ടും ആദർശേട്ടന്റെ മുത്തശ്ശനൊരു മാറ്റം വന്നിട്ടില്ലല്ലോ.
സാരമില്ല, അതൊക്കെ മാറുമായിരിക്കും. മാറും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടല്ല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ. അതെ, എന്റെ പോലീസ് ബുദ്ധിയിൽ എനിക്കൊരു കാര്യം തോന്നുന്നുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഞാൻ പറയട്ടെ. എന്താ? ഈ പറയുന്ന മുത്തശ്ശനെ നയനേച്ചിയോട് ആദർശേട്ടനോട് ദേഷ്യമൊന്നും കാണത്തില്ല കേട്ടോ. പുറമെ ഇതൊക്കെ അഭിനയിക്കുന്നതായിരിക്കും. അത് കേട്ടതോ ആദർശ് പറഞ്ഞു, ചിലപ്പോ അതായിരിക്കും, അങ്ങനെ ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ മുത്തശ്ശന്റെ സ്വഭാവം അറിയാലോ. ഒരു തെറ്റ് പറ്റി പോയിട്ടുണ്ടെങ്കിൽ മുത്തശ്ശൻ അത് ക്ഷമിക്കാൻ പറ്റില്ല. അതാണ് മുത്തശ്ശന്റെ സ്വഭാവത്തിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാല്. സാരമില്ല, നമുക്ക് നോക്കാന്ന് പറഞ്ഞു. ഈ സമയത്ത് നയനയുടെ നന്ദി പ്രസംഗം തുടരുവാണ്. അപ്പൊ നയന ഇങ്ങനെ ഓരോ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. എന്റെ സൃഷ്ടിയുടെ പരമാവധി ഞാൻ എന്റെ കമ്പനിക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ എപ്പോഴും ഞാൻ ശ്രമിക്കും. നിങ്ങളെ കൊണ്ടും അത് സാധിക്കാവുന്നുള്ളൂ. അങ്ങനെയൊക്കെ പറഞ്ഞ് പ്രസംഗമെല്ലാം നടത്തുന്നുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും പ്രസംഗം കഴിഞ്ഞ് നയന വന്നിരുന്ന് കഴിഞ്ഞപ്പോൾ അനി ഫോൺ കൊടുത്തിട്ട് പറഞ്ഞു, നയനടുത്ത് ആരണ്ടൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു. ആണോ? ഫോൺ വാങ്ങി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ആദർശ് വിളിച്ചിട്ടുണ്ട്, മുത്തശ്ശൻ വിളിച്ചിട്ടുണ്ട്. മുത്തശ്ശൻ വിളിച്ചിട്ടുണ്ടല്ലോ. പെട്ടെന്ന് അനിയോട് പറഞ്ഞു, ഞാൻ ഇപ്പോൾ വരാമെന്നും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോവാണ്. എനിക്ക് സംശയമായി. ഓഹോ, അപ്പൊ നയനടുത്തിയുടെ കയ്യിൽ എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ടെന്ന് തോന്നല്ലോ എന്നോർത്തേണ്ട അനി പിന്നാലെ പതുങ്ങി ചെല്ലുവാണ്. നയനെ പുറത്തിറങ്ങിയിട്ട് മുത്തശ്ശനെ വിളിക്കുവാണ്. മുത്തശ്ശ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു, മോളെ നീ തിരക്കിലായിരുന്നോ? അതെ, ഒരു നന്ദി പ്രസംഗമൊക്കെ ഉണ്ടായിരുന്നു, അതായിരുന്നു. അനിയുടെ കയ്യിലായിരുന്നു ഫോൺ. അവൻ പറഞ്ഞു കുറെ കോൾസ് വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞു. അല്ല, അവന് സംശയം എന്തെങ്കിലും തോന്നിയോ? ഇല്ലാന്നാ തോന്നേ. അവൻ കോളൊന്നും എടുത്ത് നോക്കിയിട്ടില്ലാന്ന് തോന്നേന്ന് പറഞ്ഞു. മോളെ കൺഗ്രാസ് കേട്ടോ, അത് പറയാൻ വേണ്ടി ഞാൻ വിളിച്ചതായിരുന്നു. താങ്ക് യു മുത്തശ്ശ, എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹമൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇത് നേടാൻ കഴിഞ്ഞെന്ന് പറഞ്ഞു. മുത്തശ്ശൻ പറഞ്ഞു, എനിക്കറിയായിരുന്നു, അല്ലെങ്കിലും മോളുടെ പരിശ്രമത്തിന് ഫലം ഉണ്ടാവുമെന്ന്. ഇപ്പോഴേ എനിക്കൊരു സമാധാനമായത്. അത് കേട്ടപ്പോൾ നയന പറഞ്ഞു, ഞാൻ ഇറങ്ങിയിട്ട് മുത്തശ്ശനെ ആദ്യം വിളിക്കുന്നേ. ആദർശേണ്ണനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ആദർശേണ്ണനെ വിളിച്ചിട്ടില്ല, ഇനി വേണം വിളിക്കാനെന്നൊക്കെ പറഞ്ഞു. അനി എങ്ങനെ അവിടെ ഒന്ന് ശ്രദ്ധിച്ചെന്ന് കേൾക്കുകയാണ്. അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു, എനിക്ക് സംശയമൊന്നും ഇല്ലോ അല്ലേ? ഇല്ല മുത്തശ്ശ, ഇതുവരെ കുഴപ്പങ്ങളൊന്നുമില്ല. എങ്കിൽ ശരി, ഇങ്ങനെ തന്നെ പോട്ടെ, നമുക്ക് പിന്നീട് കാണാന്നൊക്കെ മുത്തശ്ശ സന്തോഷത്തോടെ പറഞ്ഞു. ഓഹോ, അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. നയനെ അടുത്ത് വിളിക്കുന്ന മുത്തശ്ശനെയാന്ന് തോന്നേ. എനിക്ക് ആ സംശയം ബലപ്പെടുവാണ്. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ മാറി നിന്ന് പതുങ്ങിന്ന് സംസാരിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ എന്നൊരു ചിന്തയായിരുന്നു അനിയുടെ മനസ്സിൽ. ഈ സമയത്ത് നന്ദു ആദർശവും കൂടെ കാത്തിരിക്കുവാണ്. ഇതെന്താ ആദർശേട്ടാ, ഇതുവരെയായിട്ടും അവർ എത്തിയിട്ടില്ലോ എന്ന് പറഞ്ഞു. അതെ, കുറച്ച് സമയം ചിലപ്പോൾ താമസിക്കുമായിരിക്കും എന്ന് പറഞ്ഞു. നമുക്കിതൊന്ന് അടിച്ചു പൊളിച്ച് ആഘോഷിക്കേണ്ട ആദർശേട്ടാ. ആഘോഷിക്കണം, ഒരു പാർട്ടി വെക്കണം അന്ന് ആഗ്രഹമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഒരു കാര്യമുണ്ട്, നീയും അനിയും കൂടെ, നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് നിൽക്കുന്ന കണ്ടു കഴിയുമ്പോഴത്തേനും ബാക്കിയുള്ളവർക്ക് സഹിക്കില്ലല്ലോ അത്. അപ്പൊ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് അനിയെ അറിയാം, എനിക്ക് 100% വിശ്വാസമുണ്ട്. അതുപോലെ തന്നെ നിന്നെ അതിനേക്കാളും വിശ്വാസമാണ് നിന്റെ നയനേച്ചിക്ക്. പക്ഷെ നിങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ച് ചേർന്ന് കഴിയുമ്പോൾ ഞങ്ങൾക്ക് നിങ്ങളെ പിടി കിട്ടുന്നില്ല. എന്താ ഏതാ എങ്ങനെയാന്ന് ഞങ്ങൾക്ക് നല്ല സംശയം ഉണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നന്ദു ഒന്നും മിണ്ടാതെ നന്ദു മുഖം കുനിക്കുവാണ്. അപ്പോഴേക്കുമാണ് നയനയും അനിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ അവരുടെ കാർ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആദർശും നന്ദും കൂടെ ഇറങ്ങി ഓടിച്ചെന്നു. അങ്ങനെ നയനെ കെട്ടിപ്പിടിച്ച് കൺഗ്രാസ് ഒക്കെ പറയുന്നുണ്ട് നന്ദു. ഈ സമയത്ത് ആദർശ് അനിയോട് കൺഗ്രാസ് പറയണേ, എടാ എന്താണെങ്കിലും നീ MD ആയതിനു ശേഷം വെച്ചിട്ട് കയറ്റം തന്നെ കേട്ടോ. അപ്പോഴേക്കും അനി പറഞ്ഞു, ഇതെല്ലാം ആദർശേട്ടന്റെ മിടുക്കൊണ്ടാ. അതെ, എത്രയും പെട്ടെന്ന് ആദർശേട്ടൻ കമ്പനിയിലേക്ക് വരണം, MD സ്ഥാനം ഒന്ന് ഏറ്റെടുക്കണം, എനിക്ക് ഈ സ്ഥാനമൊക്കെ ഒന്ന് വെച്ചൊഴിയണമെന്ന് പറഞ്ഞു. കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. അതൊന്നും നടക്കുന്ന കാര്യമല്ല, നീ തന്നെ അവിടെ ഇരുന്നാ മതി. അതൊന്നും നടക്കുന്ന കാര്യമല്ല ആദർശേട്ടാന്ന് പറഞ്ഞു. അപ്പോഴേക്കും നയന പറഞ്ഞു, അത് ശരി, ഇപ്പൊ അങ്ങനെ ആയോ കാര്യങ്ങൾ എന്നൊക്കെ ചോദിക്കണം. ഈ സമയം അനിയും നന്ദുവും കൂടെ നോക്കുന്നുണ്ട്. അവരുടെ കണ്ണും നോക്കുന്ന ആദർശ് നയനെ ശ്രദ്ധിക്കുകയും ചെയ്തു. ഈ സമയം ആദർശ് പറഞ്ഞു, അതെ ഇവിടെ എലിസബത്ത് ആന്റി പായസമൊക്കെ പാൽപ്പായസമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതൊക്കെ കുടിച്ചിട്ട് പോയാൽ മതി കേട്ടോ അനി. അല്ലേലും ഞാനിപ്പൊ പോകുന്നില്ല ആദർശേട്ടാ, കുറച്ച് താമസിച്ചിട്ടാ പോകുന്നുള്ളെന്ന് പറഞ്ഞു. നന്ദു ഉണ്ടല്ലോ അവിടെ. എന്നിട്ട് നന്ദുവിനെ ഒന്ന് നോക്കുകയും ചെയ്തു. അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, അങ്ങനെ കുറച്ച് സമയം നീ ഇവിടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല, പാൽ പായസം കുടിച്ചു കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ നീ അങ്ങോട്ട് പോയിക്കോണമെന്ന് പറഞ്ഞു. അത് കേട്ടതും അനിയുടെ മുഖത്തൊരു പതർച്ചയുണ്ടായി. നയനിക്ക് ചെറിയ ചിരി വരുന്നുണ്ടായിരുന്നു. അത് പറഞ്ഞു കേട്ട് കഴിഞ്ഞപ്പോ തന്നെ. അതുപോലെ തന്നെ നന്ദുവിന്റെ മുഖത്ത് ഒരു സങ്കടം ഉണ്ടായി. പെട്ടെന്ന് അനി പോണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഇത്ര സമയം രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. കുറച്ച് സമയമെങ്കിലും രണ്ടുപേർക്കും കാണാലോ എന്നൊരു ചിന്ത അവരുടെ മനസ്സിലുണ്ടായിരുന്നതാനും. ഇതേ സമയത്ത് അബിയും ഡേവിഡും കൂടെ
നാഗേന്ദ്രന്റെ അടുത്തേക്ക് വരുവാണ്. അപ്പൊ നാഗേന്ദ്രന്റെ അവധികം ഉണ്ടായിരുന്നു. അങ്ങനെ അഭിയെയും ഡേവിഡിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നാഗേന്ദ്രൻ ദേഷ്യത്തോടെ പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ അവളെ സൂക്ഷിക്കണമെന്ന്, ആ മാളവികയെ. അവസാനം അവള് പഠിക്കെ കൊണ്ട് കല ഉടച്ചില്ലേന്ന് ചോദിച്ചു. എനിക്കറിയായിരുന്നു അല്ലെങ്കിൽ അവളെ കൊണ്ടൊന്നും പറ്റില്ലാന്ന്. അത് കേട്ടപ്പോ അഭി പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ലച്ചാ, അവള് മിടിക്കുകയാണ്, അവളുടെ കഴിവിന്റെ പരമാവധി അവള് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, എന്നിട്ടാണോ ഫസ്റ്റ് പ്രൈസ് മറ്റുള്ളവർ കൊണ്ടുപോയത്, നയനെ കൊണ്ടുപോയത് അവളുടെ കഴിവ് കൊണ്ടാണോന്ന് ചോദിച്ചു. അത് കേട്ടപ്പം അഭി പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ല അച്ഛാ, അവള് മിടിക്കുക, പിന്നെ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവളെ എത്രയും പെട്ടെന്ന് തന്നെ പറഞ്ഞു വിടേണ്ട വരുമോ അവിടുന്ന്, അല്ലെങ്കിൽ പിന്നെ ഇത്രയും വലിയ ശമ്പളം കൊടുത്ത് അവളെ അവിടെ നിർത്തേണ്ട കാര്യമുണ്ടോ? അതൊന്നും വേണ്ട അച്ഛാ, അവളെ പിറഞ്ഞു വിടേണ്ട കാര്യമില്ല, അവള് നന്നായിട്ട് തന്നെ ഡിസൈൻ ഒക്കെ വരച്ചത്, പിന്നെ അവസാന നിമിഷം വരെ നമ്മൾ വിജയിക്കുമെന്ന് കരുതിയിരുന്ന, പക്ഷെ ആ അവസാന നിമിഷത്തിലാണ് ഇതൊക്കെ സംഭവിച്ച് വിജയം പ്രഖ്യാപിക്കുന്ന സമയത്താണ് മൂർത്തി ജ്വല്ലറിക്കാരെ അവർ പ്രഖ്യാപിച്ചേ. അവിടെ എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല. ഇനിയിപ്പം ഇതിനകത്ത് മൂർത്തി മുത്തശ്ശന്റെ കൈകടത്തലുകൾ ഉണ്ടോന്ന് അറിയത്തില്ല. അപ്പോഴേക്കും ഡേവിഡ് പറഞ്ഞു, എനിക്ക് തോന്നി ചിലപ്പോൾ അയാൾ സ്വാധീനം ചെലുത്തി കാണും. ഇത് കേട്ടപ്പോൾ നാഗേന്ദ്രൻ പറഞ്ഞു, അങ്ങനെ എന്തേലും സംശയം നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ അതിപ്പോഴാണോ നിങ്ങൾ ചിന്തിക്കുന്നത്, മുമ്പ് ചിന്തിക്കേണ്ട കാര്യമല്ലായിരുന്നോ? എന്നിട്ട് ഇപ്പോഴും ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നു. എന്തായാലും ഞാനൊരു കാര്യം തീരുമാനിച്ചു, നല്ലൊരു ഡിസൈനർ കിട്ടുവാണെങ്കിൽ ആ മാളവിയെ പറഞ്ഞു വിടണം. അബിക്ക് ഭയങ്കര ടെൻഷനായി, സങ്കടമായി. അപ്പത്തേക്കും അവധി പറഞ്ഞു, അബിയേട്ടന്റെ സങ്കടം കണ്ടോ? ഡേവിഡ് പറഞ്ഞു, അല്ലെങ്കിലും മാളവികയുടെ കാര്യത്തിൽ ഇത്തിരി കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ട് അഭിസാറിന്. നാഗേന്ദ്രൻ പറഞ്ഞു, അതിന്റെ ആവശ്യമൊന്നുമില്ല, സ്ത്രീ വിഷയത്തില് നിനക്ക് ഇത്തിരി താല്പര്യം കൂടുതലാന്നുള്ള കാര്യം എനിക്കറിയാം. അബി പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ലച്ചാ. അവന്തി പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇത്തിരിയല്ല, ഇത്തിരി കൂടുതലായിട്ട് അബിയേട്ടന് താല്പര്യമുണ്ട്, അതെനിക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇവിടത്തെ തോൽവി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ അച്ഛന്റെ തോൽവി എനിക്ക് എല്ലാത്തിനേക്കാളും വലുതാണ്, എന്റെ അച്ഛൻ എന്ന് പറഞ്ഞ അവന്തിക. ഈ സമയത്ത് നാഗേന്ദ്രൻ പറഞ്ഞു, മോളെ ഇനി ഒരു മാർഗം മാത്രമേ ഉള്ളൂ, അനിയാണ് ഇവിടെ വിജയിച്ചിരിക്കുന്നത്, ഇനിയിപ്പോൾ അനിയെ മുറുക്കെ പിടിച്ചോണം, എത്രയും പെട്ടെന്ന് നീയും അനിയും തമ്മിലുള്ള കല്യാണം നടക്കണം, അറിയാലോ. ഡേവിഡ് പറഞ്ഞു, അല്ല അതിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നല്ലേ സാറേ പറഞ്ഞേ, എന്ത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ വെട്ടി നീക്കണം. ഇനിയിപ്പം മൂർത്തി ജ്വല്ലറിയുടെ മോളിൽ കയറാന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല, അറിയാലോ. സ്വർണത്തിന് എത്ര തീ പിടിച്ച വിലയാന്ന് പറഞ്ഞാലും പെണ്ണുങ്ങൾക്ക് സ്വർണത്തോടുള്ള ആക്രാന്തം കുറയാനൊന്നും പോകുന്നൊന്നുമില്ല, അവർ ജ്വല്ലറിയിലേക്ക് ഇടിച്ചു കയറുക തന്നെ ചെയ്യും. അതുകൊണ്ട് മൂർത്തി ജ്വല്ലറി ഓരോ ദിവസം ഉയരങ്ങളിലേക്ക് എത്തുകയും ചെയ്യും. പക്ഷെ ഞാൻ നോക്കിയിട്ട് ഇവിടെ ഒരു മാർഗം മാത്രമേ എനിക്ക് കാണുന്നുള്ളൂ, മോളെ നീയും അനിയും തമ്മിലുള്ള കല്യാണം നടക്കുവാണെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമാവെന്ന് പറഞ്ഞു. ഈ സമയം അബിക്ക് ഭയങ്കര ടെൻഷനായി. മാളവിയെ പറഞ്ഞു വിടുമെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ അബിയുടെ ഫ്യൂസ് ഒരുപോലെ ആയിപ്പോയി. ഇത്രയ്ക്കൊന്നും അബി ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുള്ള കാര്യങ്ങള്. അതേ സമയത്ത് അനി നയനയോട് പറഞ്ഞു, നയനടുത്ത് ഞാനെന്നാ പോയിക്കോട്ടെ, ആദർശേട്ടൻ പോയല്ലോ എന്ന് പറഞ്ഞു. എങ്കിൽ ശരി നീ ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അല്ല നന്ദു എന്തി, നന്ദുവിനോട് നീ യാത്ര പറഞ്ഞിട്ട്? യാത്ര പറഞ്ഞിട്ടോ? ഒരു കാര്യം ചെയ്യാം, യാത്ര നീ പറഞ്ഞെന്ന് ഞാൻ പറഞ്ഞേക്കാം. അല്ല അവളെ ഒന്ന് വിളിക്കുവാണെങ്കിൽ? വിളിക്കേണ്ട കാര്യമൊന്നുമില്ല, നീ അതിന്റെ ആവശ്യമൊന്നുമില്ല, നീ പൊയ്ക്കോ, ഞാൻ പറഞ്ഞോളാം നീ പോയെന്നുള്ള കാര്യം. ഇനിയിപ്പൊ പ്രത്യേകിച്ച് കാണേണ്ട കാര്യമൊന്നുമില്ലോ. അല്ല ഞാനിങ്ങോട്ടേക്ക് വന്നപ്പോ അവളിവിടെ ഉണ്ടായിരുന്നല്ലോ, അവളെ കണ്ടായിരുന്നല്ലോ, അപ്പൊ അതുകൊണ്ട് പോകുമ്പോ ഒന്ന് പറഞ്ഞിട്ട് പോവാന്ന് കരുതി. അതിന്റെ ആവശ്യമൊന്നുമില്ലെന്ന് പറഞ്ഞു. ഒടുവില് അനി പറഞ്ഞു, ശരി ഞാൻ പോയിട്ട് വരാം. പോയിട്ട് നീ വരുമൊന്നും വേണ്ട പെട്ടെന്ന്. അതൊന്നും പറയാൻ പറ്റില്ല നയനേടത്തി, ചിലപ്പോ പെട്ടെന്ന് പോയിട്ട് വരണ്ട വന്നാലോ. അതെന്താടാ അങ്ങനെ പറഞ്ഞേ? അതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. ഇപ്പൊ നയനേടത്തി എന്നോട് നന്ദുവിനോടൊന്ന് യാത്ര പറയാൻ പോലും സമ്മതിച്ചില്ലല്ലോ. സംശയമില്ല, കാരണം അതുപോലെ പല സംശയങ്ങളും എന്റെ മനസ്സിലുണ്ട് എന്നും പറഞ്ഞിട്ടാണ് അനി അങ്ങോട്ടേക്ക് പോകുന്നത്. നയനയ്ക്ക് കാര്യം എന്താന്ന് വെച്ചാൽ മനസ്സിലായില്ല. ഇത്തിരി സമയം കഴിഞ്ഞപ്പോഴത്തേനും നന്ദു അങ്ങോട്ടേക്ക് വന്നു. നന്ദു വന്നിട്ട് ചോദിച്ചു, അനി പോയോന്ന് ചോദിച്ചു. എന്താ? അവന് നിന്നെ കണ്ടിട്ട് വേണം പോകാനായിട്ട്. അങ്ങനെ ഒന്നും ഇല്ല നയനേച്ചി, ഞാൻ കേട്ടായിരുന്നു നിങ്ങൾ നമ്മളുടെ സംസാരം, പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വരാതിരുന്ന. അത് കേട്ടതും നയന പറഞ്ഞു, എന്താ നിനക്ക് യാത്ര പറയണായിരുന്നോ? എന്താ ഇങ്ങനെ സംശയിക്കുന്ന നയനേച്ചി എന്നെ? ഇപ്പൊ ഞാൻ യാത്ര പറഞ്ഞ് അല്ലെങ്കിൽ അനി എന്നോട് യാത്ര പറഞ്ഞു കുറച്ചോണ്ട് ആകാശം ഇടിഞ്ഞ് വീഴാൻ പോകുന്നൊന്നുമില്ല. അത് കേട്ടപ്പോ നയന പറഞ്ഞു, എനിക്ക് അവൻ നിന്നോട് യാത്ര പറയുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു, പക്ഷെ അമ്മ വിളിച്ചോ പ്രത്യേകം ഒരു കാര്യം എന്നോട് പറഞ്ഞായിരുന്നു, ഒരു കാരണവശാലും നിങ്ങൾ തമ്മിൽ കാണരുതെന്ന്.
കണ്ടുമുട്ടാനായിട്ട് ഞാൻ ഇടയാവരുതെന്ന്. അതുകൊണ്ടാ പിന്നെ ഞാൻ അവനോട് യാത്ര പറയണ്ടെന്ന് പറഞ്ഞ് വെറുതെ എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നേ. അപ്പോഴേക്കും നന്ദു പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാവർക്കും സംശയമല്ലേ? അതെ, സംശയം എല്ലാവർക്കും ഉണ്ട്. കാരണം നിങ്ങൾ തമ്മിലുള്ള ആ നോട്ടം കാര്യങ്ങളും ഒന്നും ശരിയല്ല. ഇത് കേട്ടപ്പോൾ നന്ദു പറഞ്ഞു, വീട്ടിൽ നിന്ന് ഞാൻ ഒരു ഞായറാഴ്ച ഞാൻ ഡ്യൂട്ടിക്ക് പോയ പോലെ എല്ലാവർക്കും സംശയമാണ് ഞാൻ അനിയുമായിട്ട് ചുറ്റിക്കറങ്ങാൻ പോകുന്നതാണോന്ന്. ഇത്തിരി ദൂരേക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു അന്വേഷണത്തിന് പോയാൽ പോലും അങ്ങനെ തന്നെയാ. നയന പറഞ്ഞു, എന്തുകൊണ്ടാ അവർക്ക് സംശയം? നിങ്ങൾ അങ്ങനെയൊക്കെ നടക്കുന്നോണ്ടായിരിക്കുമല്ലോ. ഇത് കേട്ട് ഇനിയിപ്പോ നന്ദു പറഞ്ഞു, ദേ നയനേച്ചി വെറുതെ ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോ എന്ന് പറഞ്ഞു. നയന പറഞ്ഞു, അവന്തികയുടെ അനിയുടെ കല്യാണം എന്നുള്ള കാര്യം നിനക്കറിയാലോ, വെറുതെ നമ്മളായിട്ട് എന്തിനൊരു പ്രശ്നം ഉണ്ടാക്കുന്നേ. നന്ദു പറഞ്ഞു, അതിന് എനിക്ക് അവന്തിക ഇഷ്ടമില്ല. അതിന് കാരണം എന്താണെന്ന് നയനേച്ചിക്കും അറിയാലോ. അവര് കളിക്കൂട്ടുകാരെ പോലെ വളർന്നല്ലേ, ഒരു പക്ഷെ എനിക്ക് അങ്ങനെ അത് അവളെ അങ്ങനെ കാണാൻ സാധിക്കില്ലായിരിക്കും. അപ്പോഴേക്കും നയന പറഞ്ഞു, അതുകൊണ്ടൊന്നുമല്ല, അവന്റെ മനസ്സിൽ നീയാ, അതുകൊണ്ടാന്ന് പറഞ്ഞു. നന്ദു പറഞ്ഞു, അതൊക്കെ നയനേച്ചിട്ട് വെറും തോന്നല് മാത്ര. നയന പറഞ്ഞു, ആയിക്കോട്ടെ, പക്ഷെ ഒരു കാര്യമുണ്ട്. ഒരു കാരണവശാലും നിങ്ങൾ തമ്മിലുള്ള ബന്ധം, അങ്ങനെ ഒരു ബന്ധത്തെക്കുറിച്ച് നീ ചിന്തിക്കുക പോലും വേണ്ട, നിന്റെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നൽ പോലും വേണ്ടാന്ന് പറഞ്ഞു. നന്ദുവിന് ഭയങ്കര വിഷമമുണ്ട്. പക്ഷെ നന്ദു അതൊന്നും കാര്യമായിട്ട് എടുത്തില്ല. കുറച്ച് സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അനി വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലേക്ക് വന്നപ്പോഴത്തേനും മുത്തശ്ശൻ കൺഗ്രാസ് പറയുന്നുണ്ട്. അപ്പോഴേക്കും അനി തിരിച്ചു മുത്തശ്ശനെ കൺഗ്രാസ് പറഞ്ഞു. മുത്തശ്ശൻ ചോദിച്ചു, നീ എന്തിനാടാ എന്നെ അഭിനന്ദിക്കുന്നേ? അതോ അതൊരു കാര്യമുണ്ടെന്ന് പറഞ്ഞു. എന്ത്? ഇന്ന് നായനടുത്തിയുടെ ഒരു മറുപടി പ്രസംഗം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഏറ്റവും കൂടുതൽ നായനടുത്തി പുകഴ്ത്തി പറഞ്ഞ ആരെയെന്നറിയാവോ? മുത്തശ്ശനെ പുകഴ്ത്തി പറഞ്ഞേ. അതിനുശേഷമാണ് വല്യമ്മയും ആദർശേട്ടനെ കുറിച്ചൊക്കെ പറഞ്ഞത്. അത് കേട്ടപ്പം മുത്തശ്ശനെ ഒന്ന് നോക്കി. മുത്തശ്ശൻ പറഞ്ഞു, അത് പിന്നെ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ പറഞ്ഞായിരിക്കുന്നു. അതൊന്നും അല്ല, നയനടുത്തി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫോൺ എൻ്റെ കയ്യിലായിരുന്നു. ആ സമയത്ത് ഒരു കോള് വന്നിട്ടുണ്ടായിരുന്നു ഫോണിലേക്ക്, മുത്തശ്ശന്റെ കോള്. മുത്തശ്ശൻ പെട്ടെന്ന് പറഞ്ഞു, അതെന്റെ കൈ തട്ടിയെങ്ങാണ്ട് വന്നാ തോന്നേ, അറിയാതെ വന്നാന്ന് പറഞ്ഞു. ആണോ? അങ്ങനെയാണല്ലേ. പക്ഷെ നയനടുത്ത് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ നയനടുത്തേക്ക് ഫോൺ കൊടുത്തു കഴിഞ്ഞപ്പോൾ നയനടുത്ത് കോൾ ലിസ്റ്റ് എടുത്തിട്ട് മുത്തശ്ശനെ വിളിക്കുന്നത് ഞാൻ കണ്ടെന്ന് പറഞ്ഞു. ഒരു നിമിഷം മൂർത്തി മുത്തശ്ശൻ ഞെട്ടി നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയില്ലാതെ. കള്ളത്തരം പിടിക്കപ്പെട്ടോ എന്നൊരു സംശയം മുത്തശ്ശന്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കഥകളൊക്കെയാണ് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.